ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല പച്ചപ്പ് നിറഞ്ഞ മോസ്മെഡ്സ് കൊണ്ടിട്ട് നല്ല പായലുകൾ, ഒരുപാട് മഴയായതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കിട്ടും. അപ്പോൾ ആ പായൽ ഉപയോഗിച്ചിട്ട് നല്ലൊരു ക്രാഫ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി 2 ചിരട്ട എടുക്കുക. 2 ചിരട്ടയിൽ ഒരെണ്ണം ചെറുതും ഒരെണ്ണം കുറച്ച് വലിയ ചിരട്ട എടുക്കുക. ചെറിയ ചിരട്ടയിൽ ഇതുപോലെ ഒന്ന് കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇടിച്ച് ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. വലിയ ചിരട്ട ഇതുപോലെ എടുത്ത് നല്ല വൃത്തിയാവണ്ണം തേച്ച് അകത്തൊക്കെ നല്ല അതിൻ്റെ ഇന്നർ സർഫസ് മുഴുവൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ അതൊന്ന് നനച്ചതിന് ശേഷം അതിനകത്ത് ഇതിനക്ക് കുറച്ച് പായൽ ബെഡുകൾ നന്നായിട്ട് ഇതിനക്കൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം ആദ്യം ഒരു ലെയർ പായൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലക്കി ബാമ്പു വെക്കുകയാണ്. ലക്കി ബാമ്പു ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എൻട്രൻസിലൊക്കെ വെക്കാം, നമ്മുടെ ടീപ്പോയിൽ വെക്കാം. എന്തായാലും നല്ലൊരു ഐശ്വര്യമാണല്ലോ ലക്കി ബാമ്പു. അപ്പോൾ അത് കോക്കനട്ട് ഷെല്ലിൽ നല്ല മനോഹരമായിട്ടൊരു പ്ലാൻ ക്രാഫ്റ്റ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കേണ്ട സമയത്ത് ഈ ലക്കി ബാമ്പു നല്ല സ്റ്റാൻഡിങ് പൊസിഷനിലായിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആദ്യം ഞാൻ കാണിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കല്ലിന്മേലൊക്കെ ഇതിനൊക്കെ പായൽ പിടിച്ചിരിക്കും. കല്ലൊക്കെ പൊട്ടിച്ചിട്ട് അതെടുത്തുകൊണ്ട് വന്നിട്ടും ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ പായൽ ഇതുപോലെ നല്ല ബെഡ്സ് കിട്ടുന്നെങ്കിൽ ബെഡ്സ് തന്നെ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ കല്ലിലാണ് കിട്ടുന്നതെങ്കിൽ കല്ല് പൊട്ടിച്ച് അതിതുപോലെ കൊണ്ട് വെച്ച് കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ 2 പെബിൾസ് ഞാൻ എടുക്കുന്നുണ്ട്. അതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് ഞാനൊരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിത് റബ്ബറിൻ്റെ തോടാണ് വെച്ചേക്കുന്നത്. എന്തിനാന്ന് പറഞ്ഞാൽ ഒരു ഹൈ റേഞ്ച് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഒരു ഹൈ റേഞ്ച് അവിടെ സെറ്റ് ആവണമെങ്കിൽ ഇനി സ്റ്റെപ്സ് വേണം. സ്റ്റെപ്സിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ആ ഒരു രീതിക്ക് ഞാനൊരു റബ്ബറിൻ്റെ ഇലത്തണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇലത്തണ്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഒരു 4-5 കഷ്ണമാക്കിയിട്ട് സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റെപ്സ് ചെറിയ സ്റ്റെപ്പിൽ നിന്നും വലിയ സ്റ്റെപ്പിലോട്ട് ആ രീതിക്ക്, കുഞ്ഞു കമ്പ് ഇത്തിരി വലുത്, കുറച്ചുകൂടെ വലുത്, ആ രീതിക്ക് സ്റ്റെപ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തീരും. ഏതാണ്ടൊരു 3 മിനിറ്റ് എനിക്കിതിനുമായിട്ട് ബന്ധപ്പെട്ട് സമയം എടുത്തോളൂ. അത്ര ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ആ സ്റ്റെപ്സ് അവിടെ കംപ്ലീറ്റ് ആയി ഒരു 5 സ്റ്റെപ്പ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്കൊരു ഹൈ റേഞ്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഉയർത്തി നമുക്കിതിനൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇളം മഴയൊക്കെ പെയ്യുന്നുണ്ട്, നല്ല ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ ആ ഒരു മോസ് ഗാർഡൻ, ഒരു ലക്കി ബാമ്പുവിൻ്റെ ഒരു മോസ് ഗാർഡൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഈ ചിരട്ടയിൽ നമുക്ക് ആദ്യം ഒരു ചിരട്ട പൊട്ടിച്ചില്ലേ, അത് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ആ സ്റ്റാൻഡിൻ്റെ മുകളിലാണ് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. നമുക്ക് എന്താ പറയുക, ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരേപോലെ തന്നെ ഇത് വെച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കാനായിട്ട് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഒരു ലക്കി ബാമ്പുവിൻ്റെ ഒരു സ്റ്റാൻഡ് എങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിച്ചു തരാം. പശയോ ഒന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുക്കുക, ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ ഈസിയാണ്. ഏറ്റവും ഈസി ആയിട്ട് ഇതുപോലെ ചെയ്യാവുന്ന ഒരുപാട് ക്രാഫ്റ്റ്സ് ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പ്ലാൻ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരെ ഉറപ്പായിട്ടും ഈ ചാനലിലെ എല്ലാ വീഡിയോസും ഇഷ്ടമാവും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് ഇനി വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.